അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നലെ കണ്ണൂര് ഉമ്മാനെയും മകളെയും ഭർത്താവ് വളരെ ക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തി എന്നൊരു വാർത്ത ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞു. ഷാഹുൽ ഹമീദ് എന്ന മലപ്പുറം സ്വദേശിയായ മനുഷ്യനാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇന്നലെ ജുമാ സമയത്ത്, വെള്ളിയാഴ്ച ജുമാക്ക് ആ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ പോയ നേരം നോക്കിയിട്ട് വളരെ പ്ലാനോട് കൂടി ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ആ മനുഷ്യന്റെ കയ്യിൽ കത്തി കണ്ടപ്പോ മുറ്റത്ത് അയലില് വസ്ത്രം വിരിച്ചുകൊണ്ടിരുന്ന അലീമ എന്ന 53 വയസ്സുള്ള ആ ഒരു ഉമ്മ പേടിച്ചിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പായുകയാണ്. ആ ഉമ്മ വീട്ടിൽ കയറിയിട്ട് വാതില് കൊട്ടി അടച്ചു. ആ ഉമ്മാക്ക് പേടിയായിരുന്നു ഇന്നലെ. പക്ഷെ ആ മനുഷ്യന് അവിടെയുള്ള ഏതോ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് ആ വാതില് തല്ലി പൊളിച്ചിട്ട് ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഭാര്യ സൽമ 30 വയസ്സ്, അതേപോലെ അലീമ എന്ന ആ ഒരു 53 വയസ്സുള്ള ഉമ്മ, ഈ ഭാര്യയെ വളരെ ക്രൂരമായിട്ട് ആ മനുഷ്യൻ കത്തിക്ക് ഇരയാക്കുന്നത് കണ്ട് സ്വന്തം മോള് തൻ്റെ മുമ്പില് മരണവേദനയിൽ കിടന്നിട്ട് പെടയുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ആ ഉമ്മ ആ മനുഷ്യനെ എതിർക്കാൻ നോക്കിയപ്പോ ആ ഉമ്മാനെയും ആ മനുഷ്യൻ വളരെ ദാരുണമായിട്ട് ഇല്ലാതാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സൽമയുടെ, അതായത് ഈ ഷാഹുൽ ഹമീദിന്റെ മകൻ അതിൽ കയറി ഇടപെടുകയാണ്. എന്താ അവിടെ നടക്കുന്നത്? സ്വന്തം വല്യമ്മാനെയും അതേപോലെ ഉമ്മാനെയും വളരെ ക്രൂരമായിട്ട്, തൻ്റെ പിതാവാണ്, ഒന്ന് ആലോചിക്കണം, ഉപ്പയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു മകന് തൻ്റെ ഉമ്മാനെ കൊല്ലുന്ന ആ ഒരു നിമിഷം കണ്ടു നിൽക്കാന്? ആ കുട്ടി കയറി ഇടപെട്ടു. അവനും വളരെ ഗുരുതരമായിട്ട് ആ ഒരു കത്തി കൊണ്ട് പരിക്ക് സംഭവിക്കുകയാണ്. അങ്ങനെ ഈ ഷാഹുൽ ഹമീദിന്റെ കത്തിക്ക് ആ സൽമ എന്ന ആ 30 വയസ്സുകാരിയും അതേപോലെ അവരുടെ ഉമ്മ ഹലീമയും ഇന്നലെ ഇരയായി എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിനുള്ള കാരണം എന്നറിയും നിങ്ങൾക്ക്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സൽമ എന്ന ആ ഒരു ഭാര്യ വേറെ ഏതോ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു അഫെയർ അവർക്ക് ഉണ്ടായിരുന്നത്രേ. അതൊക്കെയാണ് ഈ ഒരു കുടുംബ കലഹത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സൽമയും ഷാഹുൽ ഹമീദും തമ്മിൽ കുടുംബപരമായിട്ട് വലിയ ഒരു വഴക്ക് തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സൽമ അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. ഷാഹുൽ ഹമീദിൽ നിന്ന് പേടിച്ചിട്ടാകാം ഈ മനുഷ്യന് കഞ്ചാവിനൊക്കെ അടിമയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതായത് പോലീസ് പുറത്തു വിട്ടിട്ടുള്ള വിവരം. ചിലപ്പോൾ ഈ ഒരു കഞ്ചാവൊക്കെ ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്താകും ഈ മനുഷ്യന് ചിലപ്പോൾ എന്തോ ഒരു അരിശം കയറിയിട്ട് ആ ഒരു വീട്ടിലേക്ക് ആയുധവുമായിട്ട് അയാൾ കടന്നു വരാനുള്ള കാരണം. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യല്? നമ്മൾ പറയും നമ്മുടെ മക്കളെ ആ ഒരു വീട്ടിൽ നിന്ന്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. സ്വന്തം വീട്ടിലേക്ക് പോയ സൽമ എന്ന ഈ ഒരു സഹോദരിയെ ആ മനുഷ്യൻ അവരുടെ വീട്ടിൽ കടന്നിട്ടാണ് ഇത്രയും ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ മൂല കാരണം എന്ന് പറയുന്നതോ ഒന്ന്, ഈ മനുഷ്യന്റെ കഞ്ചാവ് അതേപോലെ ലഹരി ഉപയോഗമാണ്. രണ്ട്, ഈ ഭാര്യക്ക് എന്തൊക്കെയോ അഫെയറുകൾ ഉണ്ട് എന്നുള്ള കാരണവും. ഒരു കുടുംബമായി കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തില് സന്തോഷം നഷ്ടപ്പെടാന് ഈ രണ്ട് കാര്യങ്ങൾ പോരെ? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ആ രണ്ട് വ്യക്തികളുടെ ജീവൻ എടുത്തിട്ടുള്ളത്. ഷാഹുൽ ഹമീദ് എന്ന ആ മനുഷ്യന് വളരെ ക്രൂരമായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ മർദ്ദിച്ച് കൊല്ലുന്നതിന്റെ ഇടയിൽ. അതേപോലെ അവരുടെ കുട്ടി ആ സൽമയുടെ മകനും വളരെ ക്രൂരമായിട്ട് തന്നെ അപകടം പറ്റിയിട്ടുണ്ട്. ഈ 4 വ്യക്തികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഇടയിൽ ആ 2 വ്യക്തികള്, അതായത് സൽമയും അതുപോലെ തന്നെ അവരുടെ ഉമ്മ ഹലീമയും, അവര് രണ്ടുപേരും ഈ ലോകത്തോട് വിട പറയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹുമാ വർഹംഹുമാ. രണ്ടുപേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കുടുംബ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ചില വിള്ളലുകളാണ്. ആ വിള്ളലുകൾ പിന്നെ
വ്രണമായി, അത് പിന്നെ ഉണങ്ങാതെ ഇത്രയും വലിയ കൊലപാതകത്തിലേക്ക് അത് നയിച്ചു എന്നതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം വന്നത്? ആ സൽമയുടെയും അതുപോലെ ഷാഹുൽ ഹമീദിന്റെയും ആ മക്കൾക്ക്. ആരാണ് കൊന്നത്? സ്വന്തം ഉപ്പ. ആരെയാണ് കൊലപ്പെടുത്തിയത്? തൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഉമ്മാനെയും അതുപോലെ തന്നെ തൻ്റെ വല്യമ്മാനെയും. ആ കുട്ടിയുടെ ഇനിയുള്ള ഒരു ജീവിതത്തിൽ എത്രയോ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളിൽ പലരും ഇപ്പൊ ഈ ഒരു കൊലപാതകം നമ്മൾ കാണുമ്പോൾ ഇനി നാളെ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇനിയും വരാൻ കിടക്കുകയാണ്. നമ്മളൊന്ന് പുറകിലേക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്ന് പരതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിന് സമാനമായ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ മുമ്പും നടന്നിട്ടില്ലേ? എന്താണ് ആളുകൾ പഠിക്കാത്തത്? എന്താണ് ആളുകൾ മനസ്സിലാക്കാത്തത്? കുടുംബ ജീവിതത്തിലേക്ക് ഈ ഹറാമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ കടന്നു വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരിക്കലും പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത ദുരന്തങ്ങൾ ഉടലെടുക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ, കുറച്ച് മക്കളുണ്ടെങ്കിൽ, നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ വേറെ ഒരാളെ ജീവിതത്തിലേക്ക് വിളിച്ച് കയറ്റരുത്. വേറെ ഒരാളുടെ സാമീപ്യം പ്രതീക്ഷിക്കരുത്. അത് മറ്റേ ആളുകൾക്ക്, അതായത് നിങ്ങളുടെ പങ്കാളിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരൂല. അതുപോലെ തന്നെ പറയാനുള്ളത്, ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഉണ്ടാകൂല. ഈ ഷാഹുൽ ഹമീദ് എന്ന മനുഷ്യൻ ലഹരിക്ക് അടിമയായിരുന്നു. ആ ലഹരിയാകാം ആ മനുഷ്യനെ കൊണ്ട് ഇത്രയും ക്രൂരമായ ഈ ഒരു കാര്യം ചെയ്യിപ്പിച്ചത്. ആ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അവിടെ നിന്ന് സംഭവിച്ച ആ ഒരു പരിക്ക് മൂലം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ പോയി, ഭാര്യയുടെ ഉമ്മ, ആ ഉമ്മ എന്താണ് പിഴച്ചത്? ആ ഉമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? ഹലീമ എന്ന 53 വയസ്സുള്ള ഉമ്മ, ആ ഉമ്മ ചെയ്ത തെറ്റെന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ കഴിയും ആർക്കെങ്കിലും? കഴിയൂല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഉമ്മ സ്വന്തം മോള് മരണവേദനയിൽ കിടന്ന് പെടഞ്ഞാർത്ത് വിളിക്കുന്നത് കണ്ടിട്ട് ആ ഉമ്മ ഓടിപ്പോയതാണ്. ആ ഉമ്മയും അതുപോലെ മരണവേദന സഹിച്ചിട്ടാണ് ആ ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുടുംബ ജീവിതത്തിലെ ചില അവിഹിത ബന്ധങ്ങളും അതുപോലെ ലഹരിയുടെ അഡിക്ഷനുമൊക്കെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അടിവരയിട്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ വക കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാതിരുന്നാൽ മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ നാളെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉടലെടുക്കാതിരിക്കും. അല്ല എങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങളിൽ പലരുടെയും പോക്കെങ്കിൽ ഇതുപോലെ തന്നെയാകാം ചിലപ്പോൾ നാളെ നമ്മുടെ ഒക്കെ കുടുംബങ്ങളിലും അരങ്ങേറുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.